ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഉരുകരുത്. ഒന്നും കൂടെ ശ്രദ്ധിച്ച് പറയാൻ കേട്ടോണം, അമ്മമാരൊക്കെ കേട്ടോണം. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. മക്കളെ നിങ്ങൾ വളർത്തണം. ഒന്നുകൂടെ പറഞ്ഞുതരാം, മക്കളെ നിങ്ങൾ വളർത്തണം. ആ വളർച്ചയിൽ അവർ നിങ്ങളെ കാണണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വേല ചെയ്യുന്നത്, എങ്ങനെയാണ് സുഹൃതം ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത്, എങ്ങനെയാണ് അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അവരെ ഔചിത്യ മര്യാദയിൽ നിങ്ങൾ കാത്തു പരിപാലിക്കുന്നത്, നിങ്ങളുടെ മക്കൾ കണ്ട് വളരണം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകയാണെങ്കിൽ നിശ്ചയമാണ് നിങ്ങളുടെ വാർദ്ധക്യം ദുസ്സഹനമാകും. അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃക നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും എന്ന് കണ്ടുവേണം നിങ്ങൾ വളരാൻ. സംശയമുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ 25-ാമത്തെ ആയത്തെടുത്തൊന്ന് വായിച്ചാൽ മതി. അതിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളെ ചേ എന്ന വാക്കുകൊണ്ട് പോലും നിങ്ങൾ ഉച്ചരിക്കപ്പെടരുത്. തേ ചേ, പാപപങ്കിലതമാണ് ചേ എന്ന കുഞ്ഞ അക്ഷരം. അപ്പം കിളിപ്പമ്പാടെന്ന് പറയുന്ന എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ നേട്ടങ്ങളെല്ലാം അമ്മയെ കുറിച്ച് വേദിയിൽ സംസാരിച്ചതിന്റെ നേട്ടവും കയ്യടികളുമാണ്. ഇത് പിന്നീട് ഒരിക്കലും ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജീവിതത്തിനകത്ത്. ഒരിക്കലും എനിക്ക് മോശപ്പെട്ട് ജീവിക്കാൻ പറ്റൂല്ല. കാരണം ഞാൻ എന്റെ അമ്മയെ കൂടെ പിടിക്കുന്നവനാണ്. ഒരു ഉമ്മാനെ കൂടെ പിടിക്കുന്ന ഒരു മകനും ദുർമാർഗത്തിലേക്ക് സഞ്ചരിക്കാനോ ചിന്തിക്കാനോ ആ വ്യക്തിക്ക് കഴിയൂല. കാര്യം എന്താ? അവന്റെ ഹൃദയാന്തരങ്ങളിൽ എന്നും ഉമ്മ എന്ന നാമം ഉണ്ടാവും, എന്നും അവനെ മുമ്പോട്ട് നയിക്കപ്പെടും.